ഒരു കാലത്ത് ബോളിവുഡിലെ ചൂടൻ വാർത്തകളിലൊന്നായിരുന്നു അമിതാഭ് ബച്ചനും നടി രേഖയുമായുള്ള പ്രണയം. ഇവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ അന്ന് ബോളിവുഡിൽ പറന്നു നടന്നിരുന്നു. രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു സാധാരണ പ്രണയമായിരുന്നില്ല അത്. അന്ന് അമിതാഭ് ബച്ചൻ വിവാഹിതനായിരുന്നു. ജയബാദുരിയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ബച്ചൻ രേഖയുമായി അടുക്കുന്നത്. തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് രേഖയോ അമിതാഭ് ബച്ചനോ ഒരിക്കലും പരസ്യപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിരവധി അഭിമുഖങ്ങളിൽ ബച്ചനോടുള്ള ആരാധന രേഖ തുറന്നുകാട്ടിയിട്ടുണ്ട്. അമിതാഭ് ബച്ചനെ താൻ വളരെയധികം ആരാധിക്കുന്നുണ്ട്, രാജ്യം മുഴുവൻ സ്നേഹിക്കുന്നത് പോലെ അദ്ദേഹത്തെ താനും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് രേഖ പറഞ്ഞിരുന്നത്. അമിതാഭ് ബച്ചനാകട്ടെ ഒരിക്കൽ പോലും രേഖയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ദോ അഞ്ചാനെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇവരുടെ പ്രണയം തുടങ്ങിയതെന്നാണ് സൂചന. പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ രേഖയുടെ സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബംഗ്ലാവിലാണത്രേ ഇരുവരും കണ്ടുമുട്ടിയിരുന്നത്. ഗംഗാ കി സൗഗന്ധ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തൻ്റെ സഹനടൻ രേഖയെ ശകാരിച്ചതിൽ ബച്ചൻ രോഷാകുലനായത്രേ. ഇതോടെയാണ് ഇവരുടെ പ്രണയം പുറം ലോകമറിഞ്ഞത്. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തു. പ്രണയകാലത്ത് അമിതാഭ് ബച്ചൻ രേഖയ്ക്ക് 2 മോതിരങ്ങൾ സമ്മാനിച്ചിരുന്നു അത്രേ. ആ മോതിരവും അണിഞ്ഞായിരുന്നു താൻ ഉറങ്ങാറുണ്ടായിരുന്നതെന്നും പിന്നീട് അത് തിരികെ നൽകിയെന്നും രേഖ തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. ബച്ചനോടൊപ്പം 10 സിനിമകളിലാണ് രേഖ അഭിനയിച്ചിട്ടുള്ളത്. ബച്ചനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് തനിക്ക് കിട്ടിയ മികച്ച അഭിനന്ദനമായാണ് രേഖ കണക്കാക്കുന്നത്. രേഖ ബച്ചൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്താണ് ബച്ചനുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭ്യൂഹവും കൂടി പുറത്തു വരുന്നത്. ഒരു ഇറാനിയൻ മോഡലുമായി ബച്ചൻ അടുപ്പത്തിലാണത്രേ. ലവാരിസ് എന്ന ചിത്രത്തിലെ നായികയാണ് ഈ മോഡൽ. ബച്ചനോടൊപ്പം ഇവർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ മോഡലുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞ രേഖ ദേഷ്യത്തോടെ ബച്ചൻ്റെ സെറ്റിലേക്ക് കയറി വന്നു. അവർ ഈ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ബച്ചന് ദേഷ്യം വന്നു. അദ്ദേഹം അവരുടെ മുഖത്തടിച്ചു. അന്നത്തെ പല സിനിമാ മാഗസിനുകളിലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തോടെ അമിതാഭ് ബച്ചനും രേഖയും തമ്മിൽ അകന്നു. സിൽസില എന്ന ചിത്രത്തിൽ നിന്നും പിന്മാറാനൊരുങ്ങി രേഖ. സംവിധായകൻ യശ് ചോപ്രയാണ് ഇരുവരെയും സമാധാനിപ്പിച്ചത്. അമിതാഭ് ബച്ചനും രേഖയും ഒന്നിച്ച അവസാന ചിത്രമായിരുന്നു സിൽസില. ഒരു സിനിമാ സെറ്റിൽ വെച്ച് ജയ ബച്ചനും രേഖയുടെ മുഖത്തടിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ബച്ചൻ്റെ നായികയാവാൻ വേണ്ടി മാത്രം പ്രതിഫലമൊന്നും വാങ്ങാതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി രേഖ. ഇതറിഞ്ഞ ജയ ബച്ചൻ ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറാൻ ബച്ചനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ബച്ചൻ അതിന് തയ്യാറായില്ല. സിനിമയുടെ സെറ്റിലെത്തിയ ജയ കാണുന്നത് അമിതാഭ് ബച്ചനും രേഖയും സ്വകാര്യമായി സംസാരിക്കുന്നതാണ്. കുപിതയായ ജയ അണിയറ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് രേഖയെ തല്ലിയെന്നാണ് വാർത്ത. ബച്ചൻ ഒന്നും മിണ്ടാതെ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയത്രേ. അമിതാഭ് ബച്ചനും രേഖയും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടിയുടെ പിതാവ് ഈ ബന്ധത്തിന് എതിരായിരുന്നത്രേ. പിന്നീട് രേഖ ബിസിനസ്സുകാരനായ മുകേഷ് അഗർവാളിനെ വിവാഹം ചെയ്തു. 1990-ലായിരുന്നു ആ വിവാഹം. 7 മാസം മാത്രമേ ഇവരുടെ ദാമ്പത്യം നീണ്ടുനിന്നുള്ളൂ. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു.